പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ദ ഇക്വിവലൻസി ഓഫ് ദ റിലേഷൻ ആർ ഓൺ റിയൽ നമ്പർ ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ബി സ്ക്വയർ. അതായത് റിയൽ നമ്പറിലാണ് സെറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. ആ സെറ്റ് റിയൽ നമ്പറായിട്ടുള്ള ആ സെറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ബി സ്ക്വയർ എന്നാണ്. അതായത് എ എഴുതുമ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന നമ്പർ, ഇപ്പോൾ രണ്ട് നമ്പറുകളായിരിക്കും. ആ രണ്ട് നമ്പറുകളിൽ ഇവിടുത്തെ നമ്പർ എന്തായിരിക്കണം, ഇതിനെക്കാട്ടിലും എന്തായിരിക്കണം, വലുതായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് തിരിച്ച് ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ചെറുതായി, ഇവിടുത്തെ വലുത് ഇവിടെ ചെറുതുമായിരിക്കണം. അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വരുന്ന രീതിയിലായിരിക്കണം റിലേഷൻ എഴുതേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ 1 എടുക്കുകയെന്ന് കരുതിക്കോ. റിഫ്ലെക്സീവും സിമെട്രിയും ട്രാൻസിറ്റീവാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പം 1 എടുക്കുകയാണ്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ 1 സ്ക്വയർ, അത് ട്രൂ ആണല്ലോ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ 1 ആണ്. ലെസ് ദാൻ അല്ലെങ്കിലും ഈക്വൽ ആണ്. അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ എല്ലാ നമ്പറുകളും ഇങ്ങനെ എടുക്കുമ്പോൾ ശരിയാണല്ലോ. 1 1 2 2 3 3. പക്ഷേ എല്ലാത്തിലും ഇങ്ങനെ എടുത്താൽ ശരിയാവണമെന്നുണ്ടോ? നമുക്ക് 1/2 ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1/2 ഇട്ട് ചെക്ക് ചെയ്യുമ്പോൾ 1/2, 1/2 ഇത് ഒരേ രീതിയിൽ എഴുതുമ്പോഴാണല്ലോ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അപ്പോൾ 1/2, 1/2 എന്ന് പറയുന്നത് നമ്മൾ അതിനെ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരെണ്ണം എഴുതുമ്പോൾ അതിൻ്റെ മറ്റതിൻ്റെ സ്ക്വയർ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/2, 1/2 ദ ഹോൾ സ്ക്വയർ എഴുതും. അപ്പോൾ അതിനെ വെച്ച് എഴുതുമ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ 1/4 എന്ന് എഴുതാം. ഇത് ട്രൂ ആണോ? ഒരിക്കലും അല്ല. അപ്പോൾ റിയൽ നമ്പറിൽ ഏത് നമ്പറുകൾ എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവത്തില്ല, റിഫ്ലെക്സീവ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് പറയാം ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കണം എടുത്ത്. അപ്പോൾ നമ്മൾ എഴുതുന്ന കൗണ്ടർ എക്സാമ്പിൾ 1/2 തന്നെയാണ്. ഏത് നമ്പർ വേണമെങ്കിലും ഇതുപോലെ കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എഴുതാം എ നോട്ട് എലമെൻറ്റ് ആർ 1/2, 1/2 നോട്ട് എലമെൻറ്റ് ആർ, ദെയർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. കാര്യം മനസ്സിലായല്ലോ. ഒരേപോലെ എഴുതുന്ന നമ്പറുകളായിരിക്കണം, അങ്ങനെ എഴുതാൻ പറ്റുന്നതായിരിക്കണം, എന്നാലേ നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് സിമെട്രിക്കാണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ എഴുതുക 1 2 എന്ന് എഴുതി. ഇപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ 2 സ്ക്വയർ ആണല്ലോ. 1 2 എടുത്തു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ 2 സ്ക്വയർ ആണ്, അത് ട്രൂ ആണ്. തിരിച്ച് 2 1 എടുക്കുമ്പോഴോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ 1 സ്ക്വയർ, ഇത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇത് ട്രൂ അല്ല. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ സിമെട്രിക് ആണോ എന്ന് ചോദിച്ചാൽ സിമെട്രിക് അല്ല. എന്തുകൊണ്ടാണ്? എ ബി ഉണ്ട്, ബി എ ഇല്ല. അതേപോലെ 1 2 ഉണ്ട്, 2 3 ഇല്ല. 1 2 ഉണ്ട്, 2 1 ഇല്ല. അതൊരു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കണം. എന്നിട്ട് എഴുതണം ദെയർഫോർ എന്തുവാ, ആർ ഈസ് നോട്ട് സിമെട്രിക് എന്ന് എഴുതണം. ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. ഈ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന് എ ബി ഉണ്ടായിരിക്കണം, ബി സി ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുവാ, എ സി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്യുക. 1 - 2 എന്ന് പറയുന്ന ഒരു 2 നമ്പറുകൾ ഞാൻ ഓർഡേഡ് പേരിൽ എടുത്തു. അതിനെ ഞാൻ ഈ പറഞ്ഞ റിലേഷൻ്റെ രീതിയിൽ കണ്ടീഷനിൽ എഴുതുകയാണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ -2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അത് ട്രൂ ആണല്ലോ. ട്രൂ ആണ്. എന്താ കാരണം? അത് സ്ക്വയർ എടുക്കുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ 4 എന്ന് കിട്ടും. അപ്പോൾ 4 എന്ന് പറയുന്നത് വലിയ നമ്പറാണ്. അതുപോലെ തന്നെ 1 2 എടുത്ത് -2 എടുത്തു കഴിഞ്ഞാൽ ആ -2 തന്നെ സ്റ്റാർട്ട് ചെയ്യണം, വേറൊരു നമ്പർ എടുക്കണം. അപ്പോൾ -2 എടുത്ത് 0 എടുത്തു. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. -2 ലെസ് ദാൻ ഓർ ഈക്വൽ 0 സ്ക്വയർ. 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ -2 ലെസ് ദാൻ ഓർ ഈക്വൽ 0 സ്ക്വയർ പറഞ്ഞാൽ ഇതും ട്രൂ ആണ്. 0 സ്ക്വയർ 0 എടുക്കുമ്പോൾ 0 വലുതാണ്, -2 എന്താണ്, ചെറുതാണ്. പക്ഷേ 1 - 2 ശരി, ഓക്കെയാണ്. -2 0യും ഓക്കെയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എ ബി ഉണ്ടായിരിക്കണം, ബി സി ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ 1 0 ആണ്. ആ 1 0 ഇട്ട് നമ്മൾ ആ റിലേഷൻ്റെ രൂപത്തിൽ ഒന്ന് എഴുതി നോക്ക്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ 0 ആണ്. ഈ കണ്ടീഷൻ ഫാൾസ് ആണ്. ഇത് നോട്ട് ട്രൂ ആണ്. അത് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാ നമ്പറുകളിലും നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയാം. ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അതുപോലെ ആർ ഈസ് നോട്ട് ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, ഇതിന് മുൻപുള്ള വീഡിയോസിലെ ആ ക്വസ്റ്റ്യനുകളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണുക. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണുക, എന്നാലേ ഈ പ്രോബ്ലം മനസ്സിലാവൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ആ റിലേഷൻ, ഏത് ക്വസ്റ്റ്യനിലാണെങ്കിലും ഒരു സെറ്റ് തന്നിരിക്കുക. ആ സെറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള റിലേഷൻ നമുക്ക് തന്നിരിക്കുക. ആ റിലേഷൻ അനുസരിച്ച് വേണം നമ്മൾ ഓർഡേർഡ് പെയർ എഴുതാനും റിഫ്ലെക്സീവും സിമെട്രിയും അതുപോലെ ട്രാൻസിറ്റിവിറ്റിയൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ 3 എന്താണ്?
നമുക്ക് കിട്ടുന്നില്ല. ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് ആണ്, ആർ ഈസ് നോട്ട് സിമെട്രിക് ആണ്, ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ആർ ഈസ് നോട്ട് ഇക്വലൻസ്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ പ്രൂവ് ദാറ്റ്, ഇത് ഇങ്ങനെ ചോദിക്കാം, പ്രൂവ് ദാറ്റ് ദിസ് റിലേഷൻ ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ് തന്നെ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ എഴുതിയിട്ട്, ഇത് സത്യത്തിൽ ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ തന്നെ അത് തന്നിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം ചിലർക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യനിലെ ആ കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതിയാലും പകുതി 3/4 മാർക്കെങ്കിലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.